സാറ് പറഞ്ഞു ലാലേട്ടനുമായിട്ടുള്ള സൗഹൃദമാണ് ആ ഈ സിനിമയുടെ നിർമ്മാതാവായത്. അപ്പം ഡിഫൈൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എന്ത് പറയും? അല്ല, ഒരു സുഹൃത്തെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും അല്ലേ. നമുക്ക് എല്ലാത്തിനും നമ്മുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷിബു എൻ്റെ സുഹൃത്തായിട്ട് 40 വർഷമായി അല്ലേ. അപ്പോൾ എല്ലാം എനിക്ക് നല്ലതാണ്. അദ്ദേഹത്തിന് ചീത്ത വേറൊരാൾ തെറ്റെന്ന് വിചാരിക്കുന്ന പോലെ എനിക്ക് നല്ലതായിട്ട് മാറുമ്പോഴാണ് സൗഹൃദം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മളിലുള്ളൊരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് അതിനെ കറക്റ്റ് ചെയ്യുമ്പോഴാണ് നല്ല സൗഹൃദം. പലരും അങ്ങനെ ചെയ്യാറില്ല അല്ലേ. അയാൾ നല്ല ആളാണ്, പക്ഷേ അയാൾക്ക് അത്തരം ചില കാര്യങ്ങളുണ്ട്. ആ കാര്യം കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുമ്പോഴാണല്ലോ ഒരു സൗഹൃദം ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിൽ 10-40 വർഷമായിട്ട് ഒരുമിച്ച് സഞ്ചരിക്കുന്ന ആൾക്കാരിതാണ് ഞാനും ഷിബുവിൻ്റെ ഫാമിലിയും ഒക്കെ. അപ്പോൾ ആ ഒരാൾ നമ്മളോട് സിനിമ ചെയ്യാൻ വന്ന് ചോദിക്കുമ്പം എന്താ കുഴപ്പം? ഒരുപാട് സിനിമയുടെ സെറ്റിൽ എൻ്റെ അവിടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഒരു മോശം സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹം വന്നത്, ഒരു വലിയ സിനിമ ചെയ്യാൻ തയ്യാറായിട്ടാണ് വന്നത്. ഇതിൽ നിന്ന് കുറേ പൈസ ഉണ്ടാക്കിയിട്ട് ഓടിക്കളയണം എന്നുള്ള രീതിയിലല്ല, വളരെയധികം സ്പെൻഡ് ചെയ്ത് ആ സിനിമയ്ക്ക് ആവശ്യമുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്ത് അതിനെ ഒരു ഏറ്റവും വലിയൊരു സക്സസ്ഫുൾ സിനിമയാക്കണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ വേറെ ഒരു നോ പറയേണ്ട കാര്യമില്ല. ആ സൗഹൃദത്തിന് ഒരു കുഴപ്പം ഉണ്ടാകേണ്ട കാര്യമില്ല. പിന്നെ എപ്പോഴും എല്ലാം അങ്ങനെയാണല്ലോ, ഒരു സക്സസ്ഫുള്ളാകാൻ വേണ്ടിയിട്ടാണല്ലോ ശ്രമിക്കുന്നത്. അതൊരു സക്സസ്സിലേക്കാവുമ്പോഴും അതിലേറ്റവും ഭയങ്കര രസകരമായിട്ട് മാറും. പിന്നെ വേറെ ഇന്നലെ പ്രസ് മീറ്റിലാകെ ലാലേട്ടനെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് അറിയോ? ലാലേട്ടൻ്റെ ഇൻ്റർവ്യൂവിൽ തിയേറ്റർ കുലുങ്ങുമെന്ന് പറഞ്ഞ ചോദ്യങ്ങൾ മുഴുവൻ അതാണ്. ലാലേട്ടൻ ഒരു വിധത്തിൽ അതറിയില്ല ആവും എന്നൊക്കെ പറഞ്ഞ് എസ്കേപ്പ് ചെയ്യാണ് ചെയ്തത്. കണ്ടായിരുന്നു പ്രസ് മീറ്റ്? ശരിക്കും തിയേറ്റർ കുലുങ്ങില്ല? ലാലേട്ടൻ ഇരുത്തിക്കൊണ്ട് തന്നെ ചോദിക്കാം, കുലുങ്ങേണ്ടതാണ്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല, എനിക്കും അറിയില്ല. ഇതിപ്പോൾ ഓരോരുത്തർ കാണുന്നത് പെർസ്പെക്റ്റീവിലാണ്. അപ്പോൾ എനിക്ക് സിനിമ ആസ്വാദനം എന്ന രീതിയിൽ ഞാനിപ്പോൾ നേരത്തെ പോയിച്ചോലെ ഫസ്റ്റ് ഷോ ഒക്കെ കാണുന്ന ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു ആവേശത്തിൽ സിനിമ കാണുന്ന ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഇതിൽ കണ്ടപ്പം എനിക്കങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു. ഓക്കെ, മനോജ് നർത്തകനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇതിലേക്ക് ഒരു കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? ലിജോ ചേട്ടൻ നേരിട്ട് വിളിക്കുകയാണോ ചെയ്തത്? ഇല്ല, വേറൊരാൾ വഴിയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോൾ ഓഡിഷൻ വെച്ച് ഇതിലോട്ട് വന്നതാണ്. മനോജിന്റെ ഒരു സിനിമ ലിജോ ചേട്ടൻ കണ്ടിട്ടുണ്ട്, അത് റിലീസ് ആയിട്ടില്ല. മുൻപോക്ക് എന്ന് പറഞ്ഞാണ് എൻ്റെ ആദ്യ സിനിമ. അത് ലിജോ സാർ കണ്ടിട്ടാണ് എന്നെ ഇതിലേക്ക് വിളിക്കുന്നത്. അതൊരു 90s കാലഘട്ടം പറയുന്ന സിനിമ. അത് കണ്ടിട്ടാണ് വിളിക്കുന്നത്. ഇന്നലെ പ്രസ് മീറ്റിൽ ലാലേട്ടൻ പറയുന്നത്, പക്ഷെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മനോജിനെ അവിടെ വന്നിട്ട് കണ്ടിട്ട് പിന്നെ ഇങ്ങനെ കാണുന്ന ഈ അടുത്താണ് കാര്യം. മറ്റേ രാവിലെ ഇവര് ഞങ്ങൾ ഏതൊരു വർഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന അതേ കോസ്റ്റ്യൂമിലാണ്. നമ്മൾ തിരിച്ചു വന്നാലും അതേപോലത്തെ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോഴത്തേക്ക് രാത്രി എല്ലാവരും അങ്ങ് കിടന്നുറങ്ങും. പിന്നെ രാവിലെ നമ്മൾ ചെല്ലുമ്പോഴും വീണ്ടും ഇതേ കോസ്റ്റ്യൂമിൽ തന്നെയാണ്. വേറെ കോസ്റ്റ്യൂം ഇല്ല നമുക്ക് ഈ സിനിമയിൽ. മനോജിനെ കണ്ടിട്ട് പെട്ടെന്ന് മാറിപ്പോയില്ലേ ഓർമ്മിക്കാൻ. താമസിക്കുന്ന പറഞ്ഞപ്പം എൻ്റെ അടുത്ത് ടിനു തന്നെ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളെല്ലാവരും ഒരുമിച്ചൊരു കോട്ടയിലായിരുന്നു, രാജാവ് താമസിച്ചിരുന്ന മുറിയിലാണ് ലാലേട്ടൻ താമസിച്ചത്. ശരിയാണോ? അതെ, അദ്ദേഹത്തിൻ്റെ മുറിയാണ്. കാര്യം അതൊരു പൊക്രാനിലെ അദ്ദേഹത്തിൻ്റെ പാലസാണ്. പാലസ് എന്ന് പറഞ്ഞാൽ വലിയൊരു പാലസാണ്. അദ്ദേഹം വരുമ്പോൾ താമസിക്കുന്ന മുറിയാണ്. കാര്യം വേറെ മുറികൾ അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം മുറി കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ താമസിക്കുകയും പിന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുകയൊക്കെ ചെയ്തു. രാജാവ് എന്ന് പറഞ്ഞാൽ വളരെ വയസ്സായ ആളൊന്നുമല്ല, വളരെ ചെറുപ്പക്കാരനായ ഒരാളാണ്. ഒരു 50 വയസ്സിനുള്ളിൽ താഴെയുള്ള ഒരാളാണ്, വളരെ താഴെയുള്ളൂ. അദ്ദേഹം ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഞങ്ങളെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മുറി ഇങ്ങനെ എന്താ പറയുക എൻക്രോച്ച് ചെയ്ത് കയറി താമസിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് വളരെ സന്തോഷമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഹോട്ടലാണ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊന്നും ഒരു സീസണൊന്നും അല്ല. അപ്പോൾ അവിടെ ആൾക്കാർ വന്ന് താമസിക്കുന്ന ഒരു ഹോട്ടലാണ്. അപ്പോൾ ആ ഹോട്ടലിൽ കൊടുക്കാത്തൊരു മുറിയാണ് അദ്ദേഹത്തിൻ്റെ. അത് എനിക്ക് വേണ്ടി തന്നേ ഉള്ളൂ. എല്ലാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തല്ലേ. ഞാൻ രഹസ്യമായിട്ട് ചോദിച്ചത്